ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ? ഇപ്രാവശ്യം നമുക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ആയിട്ടൊന്നും കൂടാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾ തന്നെയേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞങ്ങൾ ചേട്ടന്മാരും അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഒന്നിച്ചു കൂടുന്നതാണ്. അടുത്ത വർഷമെങ്കിലും നമുക്ക് നന്നായി ആഘോഷിക്കാമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പം ഈ പ്രാവശ്യത്തെ താങ്ക്സ്ഗിവിങ്ങിന് ഞാനൊരു സ്പിനച്ച് ആർട്ടിച്ചോക്ക് ഡിപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ എന്നോട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനോട് തന്നാൽ പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പിനച്ച് ആർട്ടിച്ചോക്ക് ഡിപ്പാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? സ്പിനച്ച് ആർട്ടിച്ചോക്ക് ഡിപ്പിനുള്ള സ്പിനച്ച് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിതൊരു 6 ounce ബേബി സ്പിനച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആണെങ്കിലും ഉപയോഗിക്കാം. ഫ്രോസൺ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് ആർട്ടിച്ചോക്ക് ഹാർട്സ്. ഇത് ക്യാനിനകത്ത് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 14 ounceൻ്റെ ക്യാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഇതൊരു 8 ounceൻ്റെ പാക്കേജാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് മുഴുവൻ തന്നെ നമുക്ക് വേണ്ടി വരും. പിന്നെ കുറച്ച് മയോനൈസ് വേണം. ഇതൊരു 1/3 കപ്പ് മയോനൈസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മയോനൈസ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സവർ ക്രീം ഉപയോഗിക്കാം. കുറച്ച് പാമജാൻ ചീസാണ്. ഇതൊരു 1/2 കപ്പ് പാമജാൻ ചീസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. ഇത് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസാണ്. ഇതൊരു 1/2 കപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ചീസൊക്കെ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇപ്പോൾ ബട്ടർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്കാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായി അരിഞ്ഞതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബട്ടർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന സ്പിനച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. സ്പിനച്ച് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, സ്പിനച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി അങ്ങ് ചെറുതായി പോകും. ഇത് കണ്ടോ, അത്രയും സ്പിനച്ച് ഇട്ട് കഴിഞ്ഞിട്ടും ഇത്രയാണ് ചൂടായപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഇട്ടതിന് ശേഷം നമ്മളൊരു 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കണം. കാരണം അതിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി വാടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചീസൊക്കെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ചേർക്കേണ്ടത് ക്രീം ചീസാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 8 ounce ക്രീം ചീസും ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം ക്രീം ചീസ് കുറച്ച് സമയം പുറത്തൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത്. അതിനുശേഷം മയോനൈസ് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയോനൈസ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സമയത്ത് സവർ ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സ്പിനച്ചും ഈ ക്രീം ചീസും മയോനൈസും എല്ലാം കൂടി നന്നായി ഒന്ന് യോജിക്കത്തക്ക വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആർട്ടിച്ചോക്ക്, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. തീരെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർട്ടിച്ചോക്ക് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ടിച്ചോക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് അതിനൂടെ സ്പിനച്ച് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഈ സമയത്ത് ആഡ് ചെയ്യുകയാണ്. അതോടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം തന്നെ നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് ചീസ് ആഡ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാമജാൻ ചീസിൻ്റെ പകുതി ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം മോസറല്ല ചീസിൻ്റെ പകുതിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചീസിൻ്റെ എമൗണ്ടൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ക്രീമി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചീസ് ഉപയോഗിക്കുന്നത്. ഇത്രയും ചീസ് ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഓവൻ സേഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഡിപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് ചൂടായിട്ടുള്ള ഡിപ്പാണ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളതെങ്കിലാണ് നമ്മളിങ്ങനെ ഓവനകത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു കുറച്ച് ചീസ് കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ്. 2 ചീസും ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറേശ്ശെ മോസറല്ല ചീസും കുറച്ച് പാമജാൻ ചീസുമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിരുന്ന മുഴുവൻ ചീസ് ഉപയോഗിച്ചില്ല, കുറച്ചുകൂടി മിച്ചമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 350 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്കാണ് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു 20 മിനിറ്റ് ഇങ്ങനെ ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ ചീസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ്. കണ്ടോ, ഇത് നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ബ്രെഡും ഇതും കൂടെ കഴിക്കാനായിട്ട്.
ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ടോർട്ടില്ല ചിപ്സിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്സ് അല്ലെങ്കിൽ സെലറി ഇതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ക്രാക്കേഴ്സ്, ഇങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, സ്പിനച്ച് ആർട്ടിച്ചോക്ക് ഡിപ്പ് എത്ര എളുപ്പം ഉണ്ടാക്കാമെന്ന്. എളുപ്പമല്ലേ, ഒരു പ്രയാസമില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.